ദൈവത്തിന് മാത്രം ജനന സമയം അറിയാവുന്ന മിറക്കിൾ ബേബി തൻ്റെ കഴിവ് കൊണ്ട് മറ്റുള്ളവരെല്ലാം അതിശയിപ്പിച്ചു. പാട്ടിനെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും പ്രിയപ്പെട്ട മിൻമിനി ചേച്ചിയാണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്. സ്വാഗതം. താങ്ക് യു. ഇതാരാണ് ഈ ഇരിക്കുന്നത്? ഞങ്ങൾ ഇൻ്റർവ്യൂവിന് നമ്മൾ ഒരുപാട് പേരെ ഇൻ്റർവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനുവേണ്ടി വിളിക്കും, അവരോട് സംസാരിക്കും. ഇത്രയും ഫോണിൽ കൂടെ ഞാൻ ചിരിച്ച മറ്റൊരു സെലിബ്രിറ്റി ഇല്ല. എന്തായിരുന്നു അവസാനം ചിരിച്ചിട്ട് എനിക്ക് പോലും ശ്വാസമില്ല. ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണോ ചേച്ചി? എപ്പോഴും ആണ്, എപ്പോഴും ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാള്. എൻ്റെ അമ്മച്ചി, എൻ്റെ ചേച്ചിമാര് എല്ലാവരും ഞങ്ങൾക്ക് വിഷയങ്ങൾ എല്ലാം കോമഡി ആയിരിക്കും. മീൻസ് സിനിമയിലേ ആവാം, അല്ലെങ്കിൽ ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഞങ്ങൾ വല്ലാണ്ട് എൻജോയ് ചെയ്യും. ചെറിയൊരു കോമഡി ആയാലും ചിലപ്പോൾ വിഷമങ്ങളായിരിക്കും കാണുന്നത്, അതിലും ഒരു കോമഡി ഞങ്ങൾ. അതൊരു വലിയ കാര്യമാണ് ചേച്ചി. കാരണം ഞാൻ ചേച്ചിനെ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാനൊരു അരമണിക്കൂറെങ്കിലും ചിരിച്ചിട്ടുണ്ട് കണ്ടിന്യൂസ്. അങ്ങനെ തമാശ പറയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കുന്നു, ദൈവമേ ഇത്രത്തോളം പാട്ടുകൾ, നമ്മൾ പ്രത്യേകിച്ച് പാട്ടിനെ സ്നേഹിക്കുന്നവർക്കൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞ അത്രയും പാട്ടുകൾ പാടി വെച്ചിരിക്കുന്ന ഒരാൾ. ഒരു ദിവസം 13 പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടല്ലേ? എങ്ങനെ ഓർക്കുന്നു ചേച്ചി ആ കാലത്തെ? അത് എന്താ പറയുക, ഒരു യന്ത്രം പോലെയായിരുന്നു. പക്ഷെ യന്ത്രം പോലെ ഞാൻ പ്രവർത്തിക്കുമെങ്കിലും എൻ്റെ ചുറ്റും ഒരു ജീവിതം ഉണ്ടായിരുന്നു. എല്ലാ മ്യൂസീഷ്യൻസിൻ്റെയും കൂടെ ഉള്ളൊരു ലൈഫ്, അതാണിപ്പോൾ ഞാൻ മിസ് ചെയ്യണത്. ഞങ്ങൾ ആ ഒരു മാന്ത്രിക ശബ്ദത്തെയാണ്. കാരണം എന്തെല്ലാം പാട്ടുകൾ, എന്തെല്ലാം ഭാഷകൾ, ഒറിയൽ വരെ പാടിയിട്ടുണ്ട് അല്ലേ ചേച്ചി? എത്ര ഭാഷകൾ ടോട്ടൽ പാടിയിട്ടുണ്ട് ചേച്ചി? 7 ലാംഗ്വേജസ് ഒരേ സമയം. അതെ, അതായത് ഇവിടെ നമ്മുടെ നാട്ടിൽ വെച്ച് മലയാളം തന്നെയാണല്ലോ. മലയാളം മാപ്പിളപ്പാട്ടാണ് ആദ്യം പാടിയത്, പിന്നെ ക്രിസ്ത്യൻ ഡിവോഷണൽസ്, ഹിന്ദു ഡിവോഷണൽസ്, നാടക ഗാനങ്ങൾ, പിന്നെന്താ ക്രിസ്ത്യൻ ഡിവോഷണലൊക്കെ എത്രയോ പാടിയേക്കണു. ചെന്നൈക്ക് പോകുന്നതിന് മുമ്പേ ഒരുപാട് പാട്ടുകൾ. അപ്പം എന്താ പറയുക, ഞാൻ എപ്പോഴും പറയും നമ്മുടെ മണ്ണിൻ്റെ ലെജൻസിൻ്റെ കൂടെ അതുപോലത്തെ മ്യൂസീഷ്യൻസിൻ്റെയും കൂടെ ഒരുപാട് നാളുകൾ ഞാൻ സ്റ്റുഡിയോയ്ക്കുള്ളിൽ ജീവിച്ചു. അതെ അതെ. ഇപ്പോൾ ചേച്ചി പറഞ്ഞൊരു വാക്കിനൊക്കെ ലെജൻസ്, ഇപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമികൾ, അർജുനൻ മാഷ്, പറയാനില്ല, അങ്ങനെ തുടങ്ങി. ശരിക്കും ആ ഒരു 20 വയസ്സുകാരിക്ക് അറിയാമായിരുന്നോ ഞാൻ പാടുന്നത് ഇത്രയും വലിയ ആൾക്കാരില്ല? എൻ്റെ ശബ്ദം പോയതിന് ശേഷമാണ് ഞാൻ ഇവരൊക്കെ ഇത്രയും മഹത്വം ഉള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കണത്. കാരണം എനിക്ക് ഒരു വായനാശീലമില്ല. എന്ന് വെച്ചാൽ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാൻ സ്റ്റുഡിയോയിലേക്ക് കയറിയതാണ്. ഗാനമേളകളും പകൽ മുഴുവൻ റെക്കോർഡിങ്സ് ആയിരിക്കും, പിന്നെ സ്റ്റേജ് ആയിരിക്കും, അങ്ങനെ. അപ്പോൾ വേറെ ഒരു കാര്യങ്ങളും അറിയാൻ എനിക്കൊരു മാധ്യമം ഇല്ല. ആ മാധ്യമം ഉണ്ടെങ്കിൽ തന്നെ അത് ഉപയോഗിക്കുന്ന സമയമൊക്കെ ഞാൻ സ്റ്റുഡിയോയുടെ ഉള്ളിലാണ്. എന്തെങ്കിലും വായിക്കാനാണെങ്കിൽ തന്നെ എനിക്ക് വായിക്കാൻ സമയമില്ല. 10 പാട്ട് ഒരു ദിവസം, ഇതൊന്നും ഒരു അതിശയോക്തി അല്ല ശരിക്കും. ഈ 10 പാട്ട് എടുക്കണമെന്ന് പറഞ്ഞ് എന്നെ സംബന്ധിച്ച്, അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മ്യൂസീഷ്യൻസിനെ സംബന്ധിച്ചും ഇതൊരു അതിശയമുള്ള കാര്യമല്ല. അന്നൊക്കെ അങ്ങനെയാണ് ഒരുപാട്. കാരണം സ്റ്റുഡിയോയ്ക്ക് റെൻറ്റ്, അന്നൊക്കെ പൈസ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടല്ലോ, പൈസയുടെ ബുദ്ധിമുട്ട്. അപ്പോൾ 2 ദിവസം കൊണ്ട് ചിലപ്പോൾ 10 പാട്ട് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം 5 പാട്ടായിരിക്കും എടുക്കുക, പിറ്റേ ദിവസം 5 പാട്ട് എടുക്കും, അങ്ങനെ എടുക്കും. അതല്ല, ചിലപ്പോൾ കാലിക്കറ്റിൽ നിന്നൊക്കെ വരുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ്, അവിടെ നിന്നുള്ള ആർട്ടിസ്റ്റുകൾ, അവരിവിടെ വന്ന്, അന്ന് ഇതുപോലെ സ്റ്റുഡിയോസ് ഇല്ലല്ലോ, അപ്പോൾ അവർ വന്ന് എറണാകുളത്ത് താമസിച്ച്, അപ്പോൾ ഹോട്ടലിൻ്റെ വാടക, ഇത്രയും മ്യൂസീഷ്യൻസ് ഒരു റൂമിൽ കഴിയാൻ പറ്റില്ലല്ലോ, അത്രയും പേര് റൂം എടുക്കണം, അതിന് പൈസ വേണം. അപ്പം എല്ലാം കൂടി നോക്കുമ്പോൾ 10 പാട്ട് ഒരു ദിവസം എടുത്താൽ അത്രയും അവർക്ക് ലാഭമല്ലേ? അല്ല, ഈ 10 പാട്ട് അതിശോക്തി അല്ല എന്ന് ചേച്ചി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടുമാണ്. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടമല്ല, എല്ലാം ലൈവായിട്ട് നിങ്ങൾ പ്ലേ ചെയ്ത് പാടുകയാണ് അല്ലേ ചേച്ചി? അത് അന്നതൊരു ബുദ്ധിമുട്ടേ അല്ല മോനെ, കാരണം ഞങ്ങൾ അതിൽ തന്നെയല്ലേ ജീവിക്കുകയാണ്. അതാ ജീവിതം, അതാണ്. എന്ന് പറഞ്ഞാൽ രാവിലെ സ്റ്റുഡിയോയിൽ കയറിയാൽ നമുക്ക് വേറെ കാര്യങ്ങൾ സംസാരിക്കാനോ ഒന്നിനും ഡെഡിക്കേഷനാണ് എല്ലാവർക്കും. ഒരു ചെറിയ ടൈമിങ് വായിക്കണം, ചെറുതെന്ന് പറയാൻ പറ്റില്ല, ടൈമിങ് വായിക്കുന്ന ആർട്ടിസ്റ്റിന് പോലും അത്രയും ഡെഡിക്കേഷനാണ്. കാരണം
പാട്ട് പഠിക്കുക, പാട്ട് എഴുതിയെടുക്കുക, അതിൻ്റെ ട്യൂൺ മനസ്സിലാക്കുക, അതിൻ്റെ ഭാവം എന്താണെന്ന് മനസ്സിലാക്കുക, അത് പഠിക്കുക. അപ്പോഴേക്കും മറ്റേ ഓർക്കസ്ട്ര എല്ലാം റെഡി ആയിട്ടുണ്ടാവും. അവരെല്ലാവരും വരും. കുറച്ച് പല തവണകൾ അവർ ഒന്നിച്ചിരുന്ന് റിഹേഴ്സൽ ചെയ്യും. ലാസ്റ്റ് സിംഗറിനെ വിളിക്കും. സിംഗർ അവരുടെ കൂടെ പാടി നോക്കും. പ്രാക്ടീസ് ചെയ്ത് അതൊരു എന്താ പറയുക, പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരും. അപ്പം അവരോടൊപ്പം ഞാനും ആ പെർഫെക്ഷനിലേക്ക് എത്തുകയാണ്. അതൊക്കെ വലിയ വലിയ മാറ്റങ്ങളാണ് എൻ്റെ സിംഗിങ് സ്റ്റൈലിൽ വരുത്തിയതേ. അതൊക്കെയാണ് എൻ്റെ സാധകം എന്നൊക്കെ പറയണത്.